ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ പലപ്പോഴും പല തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നു. അതുപോലെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകളെല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെയും പല തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവയിൽ തന്നെ ചില പരസ്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. അതായത് നമ്മളുടെ ഫോണിൽ വൈറസ് കയറിയിട്ടുണ്ട്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് പൂർണ്ണമായിട്ടും പോകുന്നതാണ്, നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് സ്കാൻ ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ദിവസേന കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ഇത്തരം പരസ്യങ്ങൾ വരുന്നത് ഒഴിവാക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറ്റ് ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ ഇത് ഒഴിവാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെല്ലാം വരുന്ന പരസ്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ കണക്കാക്കാം. ഒന്ന്, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആളുകൾ കൊടുത്തിട്ടുള്ള പരസ്യം. മറ്റൊന്ന്, നമ്മളുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ കൊണ്ടുവരുന്ന പരസ്യങ്ങൾ. അങ്ങനെ രണ്ട് രീതിയിലാണ് സാധാരണയായി പരസ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പരസ്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പോലും ഡൗൺലോഡ് ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകളുടെയും താഴെയായിട്ട് കണ്ടെയ്ൻസ് അഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുവാൻ സാധിക്കും. അതായത് ആ ഒരു ആപ്ലിക്കേഷനകത്ത് പരസ്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്താണ് അങ്ങനെ പരസ്യങ്ങൾ വരാനുള്ള കാരണം? പരസ്യങ്ങൾ വരാനുള്ള കാരണം ആ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ച വ്യക്തി അയാൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾ അടങ്ങിയ ചില കോഡുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കോഡുകൾ വഴിയാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ ലഭിക്കുന്നത്. ഇനി എങ്ങനെയാണ് അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുക? അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുന്നത് അത്ര എളുപ്പമല്ല. അതിന് ഒന്ന് ചെയ്യാവുന്നത് ഏതെങ്കിലും APK എഡിറ്ററുകൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകൾ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത ശേഷം ആ പരസ്യങ്ങൾ റിമൂവ് ചെയ്യാം. പക്ഷേ ഇത് ഫോണിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കില്ല. റൂട്ടഡ് ഫോൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും APK എഡിറ്ററുകൾ ഉപയോഗിച്ച് ഇതൊരു പരിധി വരെ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ പ്രോ വേർഷനുകൾ വാങ്ങുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ വേർഷൻ പണം കൊടുത്ത് വാങ്ങണം. പണം കൊടുത്ത് വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ വേർഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വെബ്സൈറ്റിൽ വരുന്ന പരസ്യങ്ങൾ, ഏതെങ്കിലും വെബ്സൈറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുന്നത് എന്നാണ്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ആദ്യം ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പരസ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴുള്ള മിക്കവാറും ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഗൂഗിൾ ക്രോം നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ബ്രൗസറാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് വലതുഭാഗത്തായിട്ട് ഒരു 3 ഡോട്ടുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈവസി എന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ്, പ്രൊട്ടക്ട് യു ആൻഡ് യുവർ ഡിവൈസ് ഫ്രം ഡേഞ്ചറസ് സൈറ്റ്സ്. അത് നിങ്ങൾ ഇതുപോലെ ടിക്കിട്ട് വയ്ക്കണം. അതുപോലെ തന്നെ ഡു നോട്ട് ട്രാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതും ഓൺ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നിലേക്ക് വരിക. അടുത്തായിട്ട് നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഒന്ന് താഴേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് പോപ്പപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്സ് എന്നത് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോപ്പപ്പ് പരസ്യങ്ങൾ വരുന്നത് ഒരു പരിധി വരെ ഒഴിവാകുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് UC ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ബ്രൗസറാണ് UC ബ്രൗസർ. ഏറ്റവും വേഗത്തിൽ തന്നെ വെബ് പേജുകൾ ഓപ്പൺ ആവുന്നു എന്നതാണ് UC ബ്രൗസറിന്റെ പ്രത്യേകത. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് UC ബ്രൗസർ ഓപ്പൺ ചെയ്യാം. UC ബ്രൗസറിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ 3 വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഈ ഒരു ബ്രൗസറിൽ അഡ് ബ്ലോക്കർ ഓൺ ആയിരിക്കും. എന്നാൽ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് പവർഫുൾ അഡ് ബ്ലോക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ UC ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്നും ഒരു പരിധി വരെ 80% പരസ്യങ്ങളെല്ലാം പോകുന്നതായിരിക്കും. ഇത്ര മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ള സെറ്റിംഗ്സ്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സ് എന്നൊരു ഭാഗം കാണാം. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ പേഴ്സണലൈസ് എന്ന് എഴുതിയതുപോലെ അക്കൗണ്ട്സ് എന്ന് എഴുതിക്കൊണ്ട് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാം. എൻ്റെ ഫോണിനകത്ത് ഇത് അക്കൗണ്ട്സ് എന്ന ഓപ്ഷനകത്താണ് ഗൂഗിൾ കാണുന്നത്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ നേരിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴെ തന്നെ ഗൂഗിൾ എന്ന് കാണുവാൻ സാധിക്കും. ഞാനിവിടെ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുള്ള ഗൂഗിൾ ആപ്ലിക്കേഷൻ, മെസ്സഞ്ചർ, വാട്സാപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. അവിടെ ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും.
ഇവിടെ പേഴ്സണൽ ഇൻഫോ ആൻഡ് പ്രൈവസി എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്സ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. അത് ഓപ്പണായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിന്റെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ ആ ഒരു ഇമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്സ് പേഴ്സണലൈസേഷൻ. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ടേൺ ഓഫ് കൊടുക്കുക. കോട്ടിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു അഡ് സെറ്റിംഗ്സിലൂടെ ഗൂഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കി വെച്ച് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിനുള്ള ഒരു ചെറിയ സെറ്റിംഗ്സ് ആണത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങളെ കാണിക്കുമ്പോൾ അത്തരം സാധനങ്ങൾ നിങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കാര്യത്തെയാണ് ഗൂഗിൾ ഇവിടെ മുതലെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ചെറിയ സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന്, പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള വെബ്സൈറ്റുകൾ കാണാവുന്നതാണ്. അവയിൽ തന്നെ പലതും വെബ് സൈറ്റുകളായിരിക്കാം. അങ്ങനെയുള്ള സൈറ്റുകളിലെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പം തന്നെ വേറൊരു വിൻഡോയിൽ പുതിയ പരസ്യം കാണുവാൻ സാധിക്കും. ഇത്തരം സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. അത്തരം സൈറ്റുകളിലൂടെ ആ സൈറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉദ്ദേശിക്കുന്നത് അവർക്ക് പണം ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിലുള്ള പരസ്യങ്ങളോടും എന്ത് മെറ്റീരിയലാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് കൊണ്ടിടുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരം സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ ഫയലുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ കേടാക്കുവാനുള്ള, നിങ്ങളുടെ ഫോണിൽ വൈറസ് വരുവാനുള്ള, മാൽവെയർ വരുവാനുള്ള കാരണമായി തീരും. അതുകൊണ്ട് തന്നെ അത്തരം സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. എപ്പോഴും നല്ല സൈറ്റുകളെ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പരമാവധി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ആമസോൺ സ്റ്റോറിൽ നിന്നും ഒക്കെ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഫോണിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇന്നും ഇതുപോലെയുള്ള നല്ല അറിവുകൾ, നല്ല ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിഖിൽ.